സോണി ലിവിൽ പുറത്തിറങ്ങിയ കുറ്റം പൊരുന്തവൻ ക്രൈം ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുത്താവുന്ന വെബ് സീരീസ് 7 എപ്പിസോഡുകളാണുള്ളത്. പ്രേക്ഷകരെ അത്യാവശ്യം മുൾമുനയിൽ നിർത്താനുള്ള എല്ലാ എലമെൻസുകളും ഈ സീരീസിൽ കൃത്യമായി അവർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഈ പ്രധാന സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പശുപതി, അതുപോലെ വിദാർത്ഥ്, ലക്ഷ്മിപ്രിയ, പിന്നെ അതുപോലെ തന്നെ ലിസി ആൻ്റണിയൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് വളരെ സാധാരണ, അതായത് നമ്മൾ ഓർഡിനറി മാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സിറ്റുവേഷനുകൾ ഫേസ് ചെയ്താൽ അവരതെങ്ങനെ ഡീൽ ചെയ്യും എന്നൊക്കെ പറയാവുന്ന ചെറിയ കോർ നിന്ന് ഗംഭീരമാക്കാവുന്ന ഒരു കഥയിലേക്ക് അവർ അതിനെ ഡയറക്ടർ സെൽവമണി മുനിയപ്പൻ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. കാര്യം അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. ഈ പശുപതിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയറായ ഒരു ഫാർമസിസ്റ്റാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്നോടൊപ്പം തന്നെ വിദാർത്ഥിൻ്റെ ഒരു പോലീസ് ക്യാരക്ടറാണ്, പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ടാവുന്നതും അതുപോലെ ഒരു തിരുവിഴ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും ഈ തിരുവിഴ ബേസ് ചെയ്തുള്ള ഒരുപാട് സീരീസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തിരുവിഴ ബേസ് ചെയ്ത ഒരു സിറ്റുവേഷനുകളിൽ ഒരു കുട്ടി മിസ്സാവുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. കാര്യം ആ കുട്ടി മേഴ്സി എന്നാണ് കുട്ടിയുടെ പേര്. ആ കുട്ടി മിസ്സാവുന്നതും അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ഫാദർ മരിച്ചു പോകുന്നതും ആയിട്ടുള്ള കണക്റ്റീവായിട്ടുള്ള ലിങ്കുകളിൽ നിന്നാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ നാട്ടിൽ ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള മിസ്സായിട്ടുള്ള വേറെ 1-2 കുട്ടികളുടെയും കൂടെ കാര്യം ഇതിനകത്ത് അവർ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു നമ്മളൊരു കോർട്ട് റൂം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിലായിട്ട്, പ്രത്യേകിച്ച് അടുത്തടുത്തുള്ള വീടുകളിൽ നടക്കുന്ന പോലെ ടോപ്പ് ഒരു വീടാണെങ്കിൽ താഴെ ഒരു വീട്, അല്ലെങ്കിൽ വീടിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന 2 ഫാമിലികളിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു കഥ. അതിനകത്ത് ഈ ത്രില്ലർ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിങ്ങനെ പ്രേക്ഷകരിലേക്ക് ഓരോ എപ്പിസോഡുകളിലും ഒരു രസമുള്ള എലമെൻസുകൾ ആഡ് ചെയ്യുന്നത് ഒക്കെ ഭയങ്കര ഓരോ എപ്പിസോഡുകളുടെയും എൻഡിങ്ങുകളിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, പശുപതിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നതാണ്. ലിസി ആൻ്റണി പശുപതിയുടെ വൈഫായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്തൊരു ക്യാരക്ടർ പശുപതിയുടെ ഒരു എൽഡർ സൺ, ഒരു പശുപതിയുടെ മകൻ്റെ ഒരു കുട്ടിയുടെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അതിന് ഇൽനെസ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതും ഈ മിസ്സായ കുട്ടിയുടെയൊക്കെ ഒരു ലിങ്ക് അവർ കണക്ട് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ. അതുപോലെ വിദാർത്ഥിൻ്റെ ക്യാരക്ടർ എടുത്താൽ ഒരു പോലീസ് കോൺസ്റ്റബിളാണ്, സീനിയറായിട്ടുള്ള പോലീസ് ഓഫീസറുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, എന്നാൽ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റാതെ ഇതുപോലെയുള്ള സിറ്റുവേഷനുകൾ ബ്രേക്ക് ചെയ്ത് പുള്ളിക്ക് സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഇതെല്ലാം കണക്ട് ചെയ്ത് ഈ ഒരു മേഴ്സിയുടെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, അതെങ്ങനെയൊക്കെ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചർ, പ്രത്യേകിച്ച് റൂറൽ ബേസ്ഡ് ആയിട്ടുള്ള കൾച്ചറുകളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ചില പ്ലോട്ട്സുകളും അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വന്ന വിവിധ എപ്പിസോഡുകളിലൂടെ പ്രേക്ഷകരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല ക്രൈം ഡ്രാമ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ് ഇത് എടുത്തു പറയേണ്ടത്. കാര്യം ഇതിനകത്തുള്ള അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസുകൾ ഗംഭീരമാണ്. ഫറൂഖ് ജയ് ഭാഷയാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വിഷ്വൽസുകൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ചില സമയത്ത് കഥ പ്രത്യേകിച്ച് തമിഴ്നാട് ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കുറ്റവാളിയുടെ പുറകെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എല്ലാ ഫോളോ അപ്സുകളും ചെയ്യുന്നത്. അതൊക്കെ നല്ല രസമായിട്ടുള്ളതാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത്. അതുപോലെ പ്രസാദ് സിയനാണ് മ്യൂസിക് ക്യാരക്ടർ ഇതിനെ എലവേറ്റ് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് കഥയ്ക്ക് എലവേറ്റ് ചെയ്യാവുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു മ്യൂസിക് അദ്ദേഹം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ പ്രേക്ഷകർക്ക് സോണി ലിവിൽ ആസ്വദിക്കാവുന്ന ഒരു വെബ് സീരീസാണ്. ഇതിനു മുമ്പ് തമിഴിൽ നിന്ന് ഒരുപാട് വെബ് സീരീസുകൾ, ഇപ്പം വദന്തി ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഈ ലേറ്റസ്റ്റ് വന്ന വദന്തി 1-2 വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് വെബ് സീരീസുകളിലോട് സാമ്യത തോന്നാവുന്ന ഒരു വെബ് സീരീസാണ്. പക്ഷേ എന്നാൽ നമ്മൾ സമീപകാലത്ത് കണ്ട ഒരുപാട് ക്രൈം ത്രില്ലറിൻ്റെ പാറ്റേണുകളും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത്. പക്ഷേ പ്രേക്ഷകരെ അത്യാവശ്യം എൻഗേജിക്കാവുന്ന ഒരു വെബ് സീരീസാണ് കുറ്റം പൊരുന്തവൻ, ദ ഗിൽറ്റി വൺ. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. സോണി ലിവിൽ അവൈലബിൾ ആണ്.